ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ലോഗോസ് ക്യൂസ് 2026 പാഠഭാഗമായ റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ കുടുംബവുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത ബെത്ലഹേംകാരൻ എലീമലക്. രണ്ടാമത്തെ ചോദ്യം: മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത എലീമലക് ഏതു ദേശക്കാരനായിരുന്നു? ഉത്തരം: യൂദായിലെ ബെത്ലഹേംകാരൻ. മൂന്നാമത്തെ ചോദ്യം: ആരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോഴാണ് എലീമലക് കുടുംബവുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തത്? ന്യായാധിപന്മാരുടെ. നാലാമത്തെ ചോദ്യം: എലീമലക് ആരെല്ലാം ഒത്താണ് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തത്? ഉത്തരം: ഭാര്യയും പുത്രന്മാരുമൊത്ത്. അഞ്ചാമത്തെ ചോദ്യം: എലീമലക്കിൻ്റെ ഭാര്യ. ഉത്തരം: നവോമി. ആറാമത്തെ ചോദ്യം: എലീമലക്കിൻ്റെ പുത്രന്മാർ മഹ്ലോൻ, കിലിയോൻ. ഏഴാമത്തെ ചോദ്യം: യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഏതു വിഭാഗക്കാരനായിരുന്നു എലീമലക്? എഫ്രാത്യൻ. എട്ടാമത്തെ ചോദ്യം: എലീമലക്കും കുടുംബവും ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ എവിടെയാണ് കുടിയേറിപ്പാർത്തത്? മൊവാബിൽ. ഒൻപതാമത്തെ ചോദ്യം: എവിടെ വെച്ചാണ് എലീമലക് മരിച്ചത്? മൊവാബിൽ വച്ച്. പത്താമത്തെ ചോദ്യം: എലീമലക്കിൻ്റെ പുത്രന്മാർ എവിടെയുള്ള സ്ത്രീകളെയാണ് വിവാഹം ചെയ്തത്? മൊവാബ്യ സ്ത്രീകളെ. 11ാമത്തെ ചോദ്യം: മഹ്ലോനും കിലിയോനും വിവാഹം ചെയ്ത സ്ത്രീകൾ ആരെല്ലാമായിരുന്നു? ഓർഫ, റൂത്ത്. 12ാമത്തെ ചോദ്യം: നവോമിയും കുടുംബവും എത്ര വർഷത്തോളമാണ് മൊവാബിൽ കഴിഞ്ഞത്? 10 വർഷത്തോളം. 13ാമത്തെ ചോദ്യം: നവോമിയുടെ പുത്രന്മാരായ മഹ്ലോനും കിലിയോനും മരിച്ചത് എവിടെ വച്ച്? മൊവാബിൽ വച്ച്. 14ാമത്തെ ചോദ്യം: മൊവാബിൽ വെച്ച് നവോമിക്ക് തൻ്റെ ആരെയെല്ലാമാണ് നഷ്ടപ്പെട്ടത്? ഭർത്താവിനെയും 2 പുത്രന്മാരെയും. 15ാമത്തെ ചോദ്യം: എന്തു കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട്. 16ാമത്തെ ചോദ്യം: നവോമി മൊവാബിൽ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തിയപ്പോഴാണ് മരുമക്കളോട് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിനെന്ന് പറഞ്ഞത്? യൂദായിലേക്കുള്ള വഴിയിൽ. 17ാമത്തെ ചോദ്യം: നവോമി മൊവാബിൽ നിന്ന് പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ മരുമക്കളോട് നിങ്ങൾ എവിടേക്ക് മടങ്ങിപ്പോകുവിനെന്നാണ് പറഞ്ഞത്? മാതൃഭവനങ്ങളിലേക്ക്. 18ാമത്തെ ചോദ്യം: നിങ്ങൾ ആരോടെല്ലാം കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? നവോമിയോടും മരിച്ചവരോടും. 19ാമത്തെ ചോദ്യം: എന്തിനു വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. 20ാമത്തെ ചോദ്യം: വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നവോമി മരുമക്കളോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? ഞങ്ങൾ പോകുന്നില്ല. 21ാമത്തെ ചോദ്യം: നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? ആരുടെ വാക്കുകൾ? നവോമിയുടെ. 22ാമത്തെ ചോദ്യം: നവോമിയുടെ ഏതു മരുമകളാണ് അമ്മായിയമ്മയെ ചുംബിച്ച് മാതൃഭവനത്തിലേക്ക് വിടവാങ്ങിയത്? ഓർഫ. 23ാമത്തെ ചോദ്യം: ഏതു മരുമകളാണ് നവോമിയെ പിരിയാതെ നിന്നത്? റൂത്ത്. 24ാമത്തെ ചോദ്യം: നിന്റെ സഹോദരി ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് റൂത്തിനോട് നവോമി പറഞ്ഞത്? ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. 25ാമത്തെ ചോദ്യം: നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോകുക. ആരോട് പറഞ്ഞു? നവോമി റൂത്തിനോട്. 26ാമത്തെ ചോദ്യം: എന്തു കാര്യമാണ് തന്നോട് പറയരുതെന്ന് റൂത്ത് നവോമിയോട് പറഞ്ഞത്? അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ പറയരുതെന്ന്. 27ാമത്തെ ചോദ്യം: മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്തു ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. ആരുടെ വാക്കുകൾ? റൂത്തിൻ്റെ. 28ാമത്തെ ചോദ്യം: റൂത്തും നവോമിയും മൊവാബിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിച്ചേർന്നത്? ബേത്ലഹേമിൽ. 29ാമത്തെ ചോദ്യം:
ബെത്ലഹേമിൽ എത്തിയ ആരെ കണ്ടാണ് പട്ടണം മുഴുവൻ വിസ്മയിച്ചത്? നവോമിയെയും റൂത്തിനെയും. 30-ാമത്തെ ചോദ്യം, എന്നെ നവോമി എന്നല്ല എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നാണ് ബെത്ലഹേമിലെത്തിയ നവോമി പറഞ്ഞത്? മാറ. 31-ാമത്തെ ചോദ്യം, സർവശക്തൻ എന്നോട് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നാണ് ബെത്ലഹേമിലെത്തിയ നവോമി പറഞ്ഞത്? വളരെ കഠിനമായി. 32-ാമത്തെ ചോദ്യം, നവോമി പറഞ്ഞു, ഡാഷ് ഞാനിവിടെ നിന്ന് പോയി, ഡാഷ് കർത്താവ് എന്നെ തിരിച്ചയച്ചു. എല്ലാം തികഞ്ഞവളായി ഞാനിവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ബെത്ലഹേമിൽ എന്തിൻ്റെ കൊയ്ത്തു തുടങ്ങിയപ്പോഴാണ് നവോമി റൂത്തിനൊപ്പം അവിടെ എത്തിയത്? ബാർലി കൊയ്ത്ത്. 34-ാമത്തെ ചോദ്യം, നവോമി റൂത്തിനോട് നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ സഹോദരി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓർഫായെ.